മീ4യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് നീറ്റ് എക്സാമിന് പങ്കെടുക്കുന്ന കുട്ടികൾ എക്സാം ഹാളിലേക്ക് എന്തെല്ലാം തയ്യാറെടുപ്പുകളോടെയാണ് എത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. മണിക്കൂറുകൾ മാത്രമുള്ള ഈ എക്സാമിന് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ തയ്യാറെടുക്കണമെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ വിവരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് ആൺകുട്ടികൾക്കുള്ള ഡ്രസ് കോഡിനെ കുറിച്ച് സംസാരിക്കാം. ആൺകുട്ടികൾ തീരെ ലൈറ്റായിട്ടുള്ള ഹാഫ് സ്ലീവ് ഷർട്ടുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നോർമൽ പാൻസ് ഉപയോഗിക്കുക. ജീൻസ് പോലുള്ളവ ഒഴിവാക്കുക. കൂടുതൽ പോക്കറ്റുള്ള പാൻസുകൾ തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട്. ഷൂസ് ഇത് ധരിക്കാൻ പാടില്ല. തീരെ സോള് ഏറ്റവും ലൈറ്റായിട്ടുള്ള സ്ലിപ്പേഴ്സ്, സാൻഡൽസ് ഒക്കെ ഉപയോഗിക്കാം. ഇനിയും പെൺകുട്ടികളുടെ ഡ്രസ് കോഡിനെ പറ്റി വിവരിക്കാം. ഇതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഹാഫ് സ്ലീവ്, കുർത്തി, ടോപ്പ് എന്നിവ ഉപയോഗിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫാൻസ് ഉപയോഗിക്കുക. ഒരു പോക്കറ്റുള്ളവ കഴിവതും ഒഴിവാക്കുക. തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട് പോക്കറ്റുള്ള ഫാൻസുകളെല്ലാം. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, നിങ്ങളുടെ മൂക്കൂത്തി അടക്കമുള്ള ഓർണമെൻറ്റ്സ് തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട്. യാതൊരു തരത്തിലുള്ള ഓർണമെൻറ്റ്സും നിങ്ങളുടെ ശരീരത്ത് കാണാൻ പാടില്ല. അതുപോലെ തന്നെ വലിയ ഹെയർ പിന്നുകൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അബദ്ധവശാൽ മറന്നു പോകുന്ന സംഭവങ്ങളൊക്കെയാണിത്. മതപരമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം. അങ്ങനെ ധരിക്കുന്നവർ അരമണിക്കൂർ മുന്നേ എക്സാം ഹാൾ സെൻ്ററായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അത് A4 സൈസിൽ പ്രിൻ്റ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ചത് തന്നെയായിരിക്കണം. യാതൊരു കാരണവശാലും മറ്റൊരു ഫോട്ടോ നിങ്ങൾ യാതൊരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് തന്നെ കൊണ്ടുപോയിരിക്കണം. ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുക. പേന ഉപയോഗിക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേന തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബോൾ പേന ഉപയോഗിക്കുക. ജെൽ പേന യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ ഡ്രസ് കോഡ് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. യാതൊരു കാരണവശാലും ഹീലുള്ള ചെരുപ്പുകൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ല, പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതിനെക്കുറിച്ച് അടുത്തതായി പറയുകയാണ്. യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസും ഡിവൈസും കൊണ്ടുപോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്, സ്മാർട്ട് വാച്ചുകൾ. ഇങ്ങനെയുള്ള യാതൊരു കാരണവശാലും നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടെത്താൻ പാടില്ല. അതുപോലെ ബുക്ക്, ബാഗുകൾ, വാലറ്റുകൾ, ജുവലറി, ക്യാപ്പ്, സൺഗ്ലാസ്, ഷൂസ് ഇതൊന്നും യാതൊരു കാരണവശാലും നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഇനിയും എങ്ങനെയാണ്, എത്ര സമയത്തിന് മുന്നിലാണ് എക്സാം ഹാളിലേക്ക് എത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. 12:30 മുന്നേ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററുകളിൽ എത്തുക. ഇൻവിജിലേറ്ററുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. അതുപോലെ തന്നെ ഫോമുകൾ കൃത്യമായിട്ടും തെറ്റുകൂടാതെ ഫില്ല് ചെയ്യുക. തമ്മിൽ സംസാരിക്കരുത്. ബ്ലൂ കളറിലെയും ബ്ലാക്ക് കളറിലെയും പെൻ മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം ഔദ്യോഗികമായി കൊടുത്തിരിക്കുന്നത് 12 PM to 1:30 ആണ്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഷാർപ്പ് 1:30 ആകുമ്പം എൻട്രി ക്ലോസ് ആകും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്കോ സെൻറ്ററിലേക്കോ പ്രവേശിക്കാൻ യാതൊരു വിധത്തിലും സാധിക്കില്ല. അതുപോലെ ടെസ്റ്റിൻ്റെ ബുക്ക്ലെറ്റ് 1:45 PM നിങ്ങളുടെ കൈകളിലെത്തും. 2 മണിക്ക് എക്സാം തുടങ്ങും. 5:20 എക്സാം അവസാനിക്കും. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് വിശദമായി തന്നെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീറ്റ് എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആത്മാർത്ഥമായ വിജയാശംസകൾ നേരുന്നു. മീ4യു ടെക്കിൻ്റെ ആശംസകൾ നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.